ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിനോ ഫാസോയിലെ ബർസാലോഗോയിൽ ഓഗസ്റ്റ് 24-നാണ് കൂട്ടക്കുരുതി നടന്നത്. ബുർക്കിനോ ഫാസോയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വാൽ മുസ്ലിം എന്ന തീവ്രവാദ സംഘടനയാണ് കൂട്ടക്കുരുതിക്ക് പിന്നിൽ. സംഭവത്തിൽ 600ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ബർസാലോഗോയിൽ നാട്ടുകാർ സുരക്ഷയ്ക്കായുള്ള ട്രെഞ്ചുകൾ കുഴിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. മാലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള JNIM-ന്റെ തീവ്രവാദികൾ ബർസാലോഗോയുടെ പ്രാന്തപ്രദേശത്ത് ജനങ്ങളെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും. മണിക്കൂറുകൾ കൊണ്ടാണ് ക്രൂരകൃത്യം ചെയ്തതെന്നും രക്ഷപ്പെട്ട നാട്ടുകാർ ചേർന്ന് 3 ദിവസമെടുത്താണ് കൊല്ലപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ ശേഖരിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. 200 പേർ കൊല്ലപ്പെട്ടെന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞപ്പോൾ 300 പേരെന്നാണ് JNIM അവകാശപ്പെട്ടത്. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600ഓളം വരുമെന്നാണ് ഫ്രഞ്ച് സർക്കാരിന്റെ സുരക്ഷാ വിലയിരുത്തൽ ടീമിന്റെ റിപ്പോർട്ട്. 2015 മുതൽ കലാപങ്ങൾ വലിച്ചുകൊണ്ടിരിക്കുന്ന ബുർക്കിനോ ഫാസോയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായാണ് ഈ ആക്രമണം വിലയിരുത്തപ്പെടുന്നത്. പ്രദേശത്തെ തീവ്രവാദികളിൽ നിന്ന് സംരക്ഷണം നേടാനായി പട്ടണത്തിനു ചുറ്റും വിശാലമായ കിടങ്ങ് കുഴിക്കാൻ സൈന്യം പ്രദേശവാസികളോട് നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുണ്ട്. അതേസമയം കലാപം അമർച്ച ചെയ്യാൻ സൈന്യത്തെ സഹായിക്കരുതെന്ന് തീവ്രവാദ സംഘടന ജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അനാലിസിസ് സംഘമായ ACLEDയുടെ കണക്ക് പ്രകാരം ഈ വർഷം മാത്രം 3800 പേരാണ് തീവ്രവാദി ആക്രമണങ്ങളിൽ ബുർക്കിനോ ഫാസോയിൽ കൊല്ലപ്പെട്ടത്.